നല്ലൊരു പ്ലാവാണ്. അപ്പോൾ അത് ഇന്ന് മുറിക്കാൻ വന്നപ്പോഴാണ് നമുക്ക് സന്തോഷം തരുന്ന ഒരു ചെടി, വീട്ടുകാർക്ക് അലങ്കാരവും നമുക്ക് അഹങ്കാരവും ആയ ഒരു ചെടി. ആ ചെടിയെ കുറിച്ചൊക്കെ മരം വെട്ടുകാർക്കും എല്ലാം അത്യാവശ്യം അറിയാവുന്നൊരു ചെടിയാണ്. ഇത് കണക്ക് 2-3 ചെടികളുണ്ട് ഇത്രയും സൗന്ദര്യമുള്ളതും അതിൻ്റെ ഗുണഗണങ്ങളുള്ള ചെടി. എല്ലാവരും വലിയ വില കൊടുത്തിട്ട് പരിക്കകത്ത് കൊണ്ടുവെക്കും. കുറച്ച് കിളിച്ച് കഴിയുന്നുണ്ടെങ്കിൽ എടുത്തൊരൊറ്റ അയ്യത്തോട്ട് അത് നേരെ വളർന്ന് പടർന്ന് പന്തൽ പോലെ നേരെ മരത്തിൻ്റെ മുകളിലോട്ട് ലാശി പണി കിട്ടുന്നത്. ഈ ചെടി പിന്നെ നശിപ്പിക്കാനും പറ്റത്തില്ല. ആ കയറുന്നവന് പിന്നെ ഒരു ദിവസത്തേക്ക് പിന്നെ സുഖം, 1-1.5 ദിവസത്തേക്ക് ചൊറിയാനെ കൂലിക്കാളെ നിർത്തണം. നമ്മൾ കൂലിപ്പണിക്ക് പോയിട്ട് നമ്മൾ പിന്നെ കൂലിക്കാളെ നിർത്തണം നമുക്ക് ചൊറിഞ്ഞു തരാൻ. ആ അവസ്ഥയിലുള്ളൊരു മരം. ഈ പ്ലാവ് മേളിൽ കയറി ചെന്ന് പകുതി എന്നപ്പോഴാണ് പ്ലാവിന് അത്യാവശ്യം നല്ല 2 കേടുണ്ട്. നേരത്തെ ശിഖരങ്ങൾ ഒടിഞ്ഞു പോയി കേടായതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ടോപ്പ് നമുക്ക് മുറിച്ച് കളയണം. ഒത്തിരി വളഞ്ഞു നിന്നുകൊണ്ട് അതിലോട്ട് കയറി പാമ്പാടായിരുന്നു. അപ്പോൾ ഈ മുറിച്ച് കളയുന്ന സമയത്ത് ഈ മരം ഒലയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ താഴത്തെ ശിഖരങ്ങളൊന്നും വെട്ടിയില്ല. ശിഖരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ വെയിറ്റ് പോയി കഴിഞ്ഞാൽ മരം കിടന്നാടും. അതുകൊണ്ട് നമ്മൾ താഴത്തെ ശിഖരങ്ങൾ മുറിക്കാതെ വന്നേ. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ മേളിൽ നിന്ന് കണ്ടിച്ച് വിട്ടതെല്ലാം താഴെ വന്നങ്ങ് തങ്ങി നിന്നു. അതിൻ്റെ ഇടയ്ക്ക് കൈയുടെ മസിലും പിടിച്ച് പിന്നെ നല്ല സുഖമുള്ള മഴ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. അത് മൊത്തം നനഞ്ഞു. എന്നാലും നമ്മളത് പണിഞ്ഞു മുറിച്ച് താഴെ കണ്ടോ കേട് കണ്ട് ഈ കമ്പൊടിഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ ഈ മേളത്തെ വെയിറ്റ് ഇവിടെ നിന്നെല്ലാം കോതിയിട്ട് മേളിൽ ചെന്ന് വെയിറ്റ് കളഞ്ഞാൽ ഈ മരം ഇവിടെ നിന്ന് ഒലയുമ്പോൾ ഈ ചിലപ്പോൾ ഈ കേട് വെച്ച് ഒടിഞ്ഞു പോകും. അപ്പോൾ അത്തരം ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ താഴത്തെ ശിഖരങ്ങൾ കോതാതെ കയറിപ്പോയത്. പിന്നെ താഴെ വന്നിട്ട് എന്നാലും ഒത്തിരി തങ്ങിയെന്ന് പറഞ്ഞാൽ എടുത്ത് കളഞ്ഞു. അതെല്ലാം കളഞ്ഞിട്ട് അപ്പോൾ നമുക്ക് 2 ഇടമുറി വെക്കണം. പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ളൊരു പ്ലാവ്. ഒത്തിരി നീളത്തിൽ വെട്ടിയിടാനുള്ള സ്ഥലവും ഇല്ല. റോഡ് സൈഡിൽ നമുക്ക് അത്ര റിസ്ക് എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പുറത്തെ മരത്തേൽ ഒരു തേനീച്ച കൂടി. പക്ഷെ അത് അപ്പുറത്തെ പ്ലാവേലാണ്. അത് കണ്ടിട്ട് കളഞ്ഞിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ തേനീച്ച എന്താ വിചാരിക്കും. അപ്പോൾ പിന്നെ അതിനേറെ ഇട്ട് കൊടുത്തു. വിഷ്ണു താഴെ നിന്ന് പിടിച്ചു. അടുത്ത മുറിയും വെച്ച് ഇനി താഴെ ഇറങ്ങണം. വേണ്ട ഇനി അത് പോയി ഇനി ആര് കയറുമെന്ന് അറിയത്തില്ല ആ മരത്തേൽ. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ വിഷ്ണു അത് തെള്ളി താഴെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന മുതലാളിയുടെ കണ്ണ് തള്ളിപ്പോയത്. പുള്ളി പിന്നെ ഒന്നും പറഞ്ഞില്ല. ശരി വിഷ്ണു, എന്നോട് പോലും യാത്ര പറയാതെ പുള്ളി അവിടുന്ന് സ്ഥലം വിട്ടു. കണ്ടോ, തേൻ ഇത്ര ഇങ്ങനെ കിട്ടിയുള്ളൂ. ചളുക്കാപ്പുളുക്കാന്നായിപ്പോയി. എന്നാലും സാരമില്ല. ഉണ്ണി സ്ഥിരം പരിപാടി മാന്തുന്നുണ്ട്. മാന്തി പിന്നെ അത്ര വേരും വേടും ഒന്നും ഇല്ലായിരുന്നു. കുറച്ചേ ഉള്ളായിരുന്നു. ഒരു 1.5-3 മണിക്കൂർ കൊണ്ട് നമ്മളതെല്ലാം എടുത്ത് 2 വട്ടം രാഗമൊക്കെ ചെയ്ത് പാത്തിലേക്ക് പോയി. എന്നിട്ട് നമ്മളത് മുറിച്ച് മാറ്റി. ചുറ്റും വേട. വല്ലാത്തൊരു പ്രശ്നം. വീട് നമുക്ക് കണ്ടിക്കുന്നതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ ഉണ്ട്. അതാണ് പ്രശ്നം. നല്ല വിളഞ്ഞ അടിപൊളി പ്ലാവ്. ഈ ചക്ക ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് കാതലിനൊരിച്ചിരി കട്ടി കുറവുണ്ട്, കളർ വ്യത്യാസമുണ്ട്. അത്രയേ ഉള്ളൂ പ്രശ്നം. പക്ഷേ അടിപൊളി ഒരു പ്ലാവ്. ഇതിൻ്റെ കൂടെ മേളിൽ വേറൊരു പ്ലാവ് കൂടെ ഉണ്ട്. അത് കച്ചവടമായിട്ടില്ല. കച്ചവടമായ അടുത്ത ദിവസം അത് മുറിക്കും. മടയെടുത്ത് ചെറിയൊരു മടയെടുത്തു. ഇപ്പം ചിലർ പറയും ഇച്ചിരൂടെ മാന്തി മുറിക്കണമെന്ന് പറയും. ഇവിടെ നിന്നും മാന്തി ഒന്നും അങ്ങനെ അവർക്ക് വേണ്ട. അവർക്കത് മതി. ആ ഒരു ഹൈറ്റിൽ മതി. വേരുണ്ടെങ്കിൽ അടന്നു പോകും എന്നുള്ളൊരു ഇതാണ്. ഇല്ല മാന്തണമെങ്കിൽ 2 ദിവസത്തെ അവർ അതൊന്നും വേണ്ട. അങ്ങനെ മതി എന്നുള്ള രീതിയിലാണ് ഇവിടെ മുറിക്കുന്നത്. അപ്പോൾ ഇനി കയറി കെട്ടി അങ്ങോട്ട് പിടിച്ചിരുന്നു. വിഷ്ണു ഒറ്റയ്ക്ക് അവിടെ നിന്ന് പിടിക്കുന്നത് ആണോ. ഞാനത് മുറിച്ചില്ലെങ്കിലും അവനത് തെള്ളി താഴെ ഇടും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ അത് സേഫായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ചുവടൂടെ ലെവലാക്കണം. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞ്. ഇത് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾ ലൈക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തിട്ട് പോകും. നമ്മുടെ പേജുണ്ട്, യൂട്യൂബ് ചാനലിൽ ലിങ്ക് കുറേ ദിവസം കൊണ്ട് ഇട്ട് അവർ തന്നെ എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഓക്കെ.